മോശമാണ്. ബ്രസ്റ്റ് ചെയ്യുന്നത് കഷത്തിലേക്ക് വ്യാപിച്ചു, ലിംബിനോട് വഴി ഹാർട്ടിൻ്റെ മസിലിലോട്ട് ചെറുതായിട്ട് വ്യാപിച്ചു, ലങ്സിലോട്ട് വ്യാപിച്ചു. അങ്ങനെ സ്റ്റേജ് 3 കഴിയാറായി. അങ്ങനെ ഒരു സ്റ്റേജിലാണ് ഇപ്പം കടന്നത്. രേണുവിന് ക്യാൻസർ ആണ് എന്നുള്ള ആ ഒരു കാര്യം രേണു തന്നെ സ്ഥിരീകരിച്ച ഒരു കാര്യമാണ്. രേണു തന്നെ അത് ഇന്നലെ ഒരു ഇൻ്റർവ്യൂവിൽ വെട്ടി തുറന്ന് പറയുകയും ചെയ്ത കാര്യമാണ്. അത് തീർച്ചയായിട്ടും ഒരുപാട് പേര് കാണുകയും രേണുവിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിന്നവർ പോലും രേണുവിന് സപ്പോർട്ടായി മാറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, കുറേയധികം രേണുവിനെ നെഗറ്റീവ് അടിച്ചുകൊണ്ട് നടന്ന അല്ലെങ്കിൽ കമൻറ്റ് സെക്ഷൻ നോക്കുമ്പോഴൊക്കെ പോലും വളരെ വലിയ തോതിൽ നെഗറ്റീവ് പറഞ്ഞിരുന്ന ഒരുപാട് പേരൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വ്യക്തമായി മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ എന്നിട്ട് പോലും അതൊന്നും മാറാതെ ആ ഒരു തരത്തിൽ ഈ ഒരു അസുഖമാണ് എന്നറിഞ്ഞിട്ടും ആ വ്യക്തിയെ അത്രത്തോളം നെഗറ്റീവ് അടിക്കുന്ന ആൾക്കാരും ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ചൊരു കാര്യം തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇവർക്കൊക്കെ തന്നെ എന്താണ് ഇപ്പോഴെന്നും മനസ്സിലാവുന്നില്ല. കാരണം ഇങ്ങനെ ഒരു കാര്യം കേട്ടിട്ടെങ്കിലും കുറച്ചൊന്ന് ആൾക്കാർ മാറുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ അതിലും ചിലർ ഇപ്പോഴും ഇവരെ നെഗറ്റീവ് അടിച്ചുകൊണ്ടും അങ്ങേയറ്റം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും സന്തോഷിച്ചുകൊണ്ടും ഓരോ കമൻറ്റുകൾ ഇടുന്ന കാണുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ മനുഷ്യർ തന്നെയാണോ എന്ന് എനിക്ക് പോലും തോന്നിപ്പോയി. അതിൽ ചില കമൻറ്റുകൾ ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, രേണുവിൻ്റെ ഈ ഒരു കാര്യത്തെക്കുറിച്ച് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ വന്ന കമൻറ്റാണ് ശരിക്കും പറഞ്ഞാൽ എന്നെ തന്നെ ഞെട്ടിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തീരുമാനിച്ചത് തന്നെ. ആ കമൻ്റ് എന്ന് പറയുന്നത് ഫേക്ക് വീഡിയോ കണ്ടായിരിക്കാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്, അതായത് നിനക്കിത് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു, നിന്റെ വീട്ടുകാരുടെയും കുന്തളിപ്പ് കുറഞ്ഞില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കമൻറ്റ് ഞാൻ ഈ കാര്യം പറഞ്ഞുകൊണ്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും രേണുവിനെതിരെ വന്നിരിക്കുന്ന ഒരു കമൻറ്റാണ് എന്ന് പറയുന്നത്. ഇതിൽ തന്നെ 2 സ്മൈലി ഇട്ടിരിക്കുന്നു. അതും ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ മനുഷ്യരുടെ ഒരു ചിന്താഗതി എത്രത്തോളം ഒരു ഇതായി മാറിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലും ഇതുപോലുള്ള കമൻറ്റുകൾ ചെയ്യാനുള്ള ഒരു മനസ്സെന്ന് പറയുന്നത്. ഇതുകൊണ്ടും തീർന്നില്ല, ഇനിയും കുറേ കമൻറ്റുകൾ പല രീതിയിൽ. എൻ്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ വന്ന മറ്റൊരു കമൻറ്റ് ഞാനൊന്ന് വായിച്ചേ. സന്തോഷം, ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, ചുതിച്ചേട്ട ഞാൻ വന്നു, ചുടിച്ചേട്ടനെ കാണണം എന്നൊക്കെ, വേഗം അവിടെ എത്താൻ പ്രാർത്ഥിക്കാം എന്നുള്ള തരത്തിൽ ഒരു വ്യക്തി കമൻറ്റ് ചെയ്തിരിക്കുന്നു. ഇതൊരു പെണ്ണിൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്, ഫേക്ക് ഐ ഡി ആവാം. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ഒരു വല്ലാത്ത തരം മനസ്സാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുന്നത്. ഞാനും വിമർശിച്ചിട്ടുണ്ട് അവരെ. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞപ്പോൾ മുതൽ എനിക്കവർ വിമർശിക്കാൻ തോന്നുന്നില്ല, നെഗറ്റീവ് പറയാനും തോന്നുന്നില്ല. കാരണം എന്ന് പറയുന്നത് നമ്മളൊക്കെ മനുഷ്യരല്ലേ മനുഷ്യരെ തിരിച്ചറിയാനുള്ള ആ ഒരു ഇത് കാണിക്കേണ്ടതെന്ന് പറയാം. അല്ലെങ്കിൽ വല്ല മൃഗമായിരിക്കും, മൃഗങ്ങൾക്ക് പോലും ചിലപ്പോൾ ആ ഒരു തരത്തിലുള്ള ഒരു മനസ്സുണ്ടാകും. ഇത് എന്ത് തരം അവസ്ഥയാണെന്ന് മനസ്സിലാവുന്നില്ല. കാരണം അതുപോലുള്ള കമൻറ്റുകളാണ് ഓരോരുത്തർ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഓരോരുത്തരുടെ ഒരു ചിന്താഗതി. നമ്മുടെ മലയാളികൾ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും എന്തൊരു ദയനീയ അവസ്ഥയാണ് എന്നാണ് മനസ്സിലാവാത്ത കാര്യം എന്ന് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, അവരെന്തോ ചെയ്ത് അത് ഇതോ മറ്റത് മറിച്ചത് എന്തോ ആയിക്കോട്ടെ, അത് കഴിഞ്ഞു. അവർക്ക് ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്ന് ഇപ്പോൾ സ്ഥിരീകരിച്ചു. അവർ തന്നെ അത് വന്ന് തുറന്ന് പറഞ്ഞു ഇന്നതാണ് എന്നുള്ളത്. എന്നിട്ട് പോലും അത് മനസ്സിലാക്കാതെ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതൊരു വല്ലാത്ത തരം ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനമില്ലാത്തവർക്ക് മാത്രമേ അതുപോലെയൊക്കെ വീണ്ടും കമൻറ്റ് ചെയ്ത് അവരെ ആ ഒരു തരത്തിൽ വേദനിപ്പിക്കാനായിട്ട് തോന്നത്തുള്ളൂ. അതൊക്കെ പോട്ടെ എന്ന് വയ്ക്കുക. ആ ഒരു തരത്തിൽ അവരെങ്ങനെയെങ്കിലും മുന്നോട്ട് പോട്ടെ. അവർ ഈ പറയുന്ന അസുഖത്തിൽ നിന്നൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ഭേദമായിട്ട് തിരിച്ചു വരാൻ അവർക്ക് സാധിക്കട്ടെ. അതല്ലേ ചിന്തിക്കേണ്ടതെന്ന് പറയുന്നത്. കാരണം ഒരാൾക്ക് ഒരു വലിയ പ്രശ്നം വരുമ്പോഴത്തേക്കും അതിനെ നമ്മൾ അത് നല്ലതാണ്, അവൻ അങ്ങനെ തന്നെ വേണം, അല്ലെങ്കിൽ അവൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് ചിന്തിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുഷ്ട ചിന്താഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ കുറച്ചൊക്കെ ഒന്ന് മാറി ചിന്തിക്കാം. ദയവ് ചെയ്ത് ഇനിയെങ്കിലും ഈ പറയുന്ന തോതിൽ ഈ കമൻറ്റ് ചെയ്യാൻ നിൽക്കുന്നവർ, അതോടൊപ്പം തന്നെ ഇപ്പോഴും അവരെ നെഗറ്റീവ് അടിക്കാൻ നിൽക്കുന്നവർ, ദയവ് ചെയ്ത് കുറച്ചൊന്ന് മാറി ചിന്തിക്കുക. അവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ പോലും അവരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. അവരെങ്ങനെയും മുന്നോട്ട് പോട്ടെ, അവർക്ക് മുന്നോട്ട് ജീവിക്കണമെന്നുണ്ട്, അവർക്ക് ഇനിയും മുന്നോട്ട് പൊരുതണം, അവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചെത്തണം. അവർക്ക് കുറേ കടമ്പകളുണ്ട് ഇനി. അപ്പോൾ അവർ ഫൈറ്റ് ചെയ്യട്ടെ, അവർ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് വരട്ടെ. അവർ ഇതിൽ നിന്നെല്ലാം റിക്കവറായിട്ട് അവർക്ക് മുന്നോട്ട് വരാൻ സാധിക്കട്ടെ. പക്ഷെ അതിനിടയിൽ ഇതുപോലുള്ള കമൻറ്റുകൾ ദയവ് ചെയ്ത് ഈ കമൻറ്റ് ഇടുന്നവർ ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും. സഹായിച്ചില്ലെങ്കിലും വേദനിപ്പിക്കാതിരിക്കുക ഇതുപോലുള്ള കമൻറ്റുകൾ ചെയ്ത്.